നമ്മുടെ തീർത്ഥയാത്ര. രാമമന്ത്രങ്ങളെ ചൊല്ലി ഞാൻ നിന്നു ശ്രീരാമനടയിൽ മതിവരോളം. അയോധ്യയെന്നുള്ളൊരീ പുണ്യപ്രദേശത്ത് കാൽ വയ്ക്കുവാനായതു തന്നെ ഭാഗ്യം. മനോജവം മാരുതം എന്ന മന്ത്രം ചൊല്ലി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു നിന്നു. സരയുവിൽ പോയി പുണ്യഗോപൂജ ചെയ്തു. രാമക്ഷേത്രത്തിൻ പണിശാല കണ്ടു. പുണ്യനദികളാം ഗംഗയും യമുനയും ഗുപ്തമായൊഴുകും സരസ്വതിയും ചേരും ത്രിവേണി സംഗമത്തിൽ ചെന്നു സ്നാനവും കർമ്മവും ചെയ്തു മോദാൽ. കാശിയിൽ എത്തിയ നേരത്തു പ്രകൃതിയും നമുക്കായി മഴ മാറ്റിവെച്ച പോലെ വൃത്തിയായി പിതൃപൂജകൾ ചെയ്യുവാൻ കാശിനാഥൻ തൻ്റെ കനിവു തന്നെ. പുണ്യപ്രദേശമാം കാശിയിൽ ധന്യയായി തെക്കു വടക്കായൊഴുകുന്ന ഗംഗയിൽ പുലർക്കാല സൂര്യനെ സാക്ഷിയായി നിർത്തി ഞാൻ കർമ്മങ്ങൾ ചെയ്തു കൃതാർത്ഥനായി. ഭൂലോകമെങ്ങുമേ കീർത്തി പരന്നുള്ള ഗംഗാരതിയിലും പങ്കുകൊണ്ടു എല്ലാവരും ഒരുമിച്ചു നടത്തിയ ഗംഗാസവാരിയും ഹൃദ്യമായി. കാലഭൈരവസ്വാമി ദർശനത്താലെയൻ ബാധകളെല്ലാം ഒഴിഞ്ഞുപോയി. കാശിരാജാവിൻ്റെ കോട്ടയും ദർശിച്ചു ഗയയിലേക്കായി യാത്ര ചെയ്യൂ. ഗയാസുരൻ തൻ്റെ ഗർവം ശമിപ്പിച്ചു മർത്യർക്കു മോക്ഷത്തെ നൽകുവാനായി തൻ ദിവ്യപാദത്തെ മാറിൽ പതിപ്പിച്ച വിഷ്ണുപാദ ക്ഷേത്ര ദർശനവും പിതൃമോക്ഷത്തിനവസാന വാക്കായ ഗയാതർപ്പണം ചെയ്തു പ്രാർത്ഥിക്കുവാൻ പൂർവികരും കുലദൈവങ്ങളും നൽകി ആരോഗ്യ സാഹചര്യങ്ങളെല്ലാം. ബുദ്ധനു ദിവ്യബോധോദയം കിട്ടിയ ബോധിവൃക്ഷവും ബുദ്ധക്ഷേത്രങ്ങളും എല്ലാം ദർശിച്ചു ദോഷം മടങ്ങുന്നു വാരണാസിയിൽ പോയി വിശ്രമിക്കാൻ. ഈ പുണ്യയാത്രയിൽ ഭാഗഭാഗാക്കിയ എല്ലോരും അതിധന്യരല്ലേ. ജീവിതയാത്രയിൽ എന്നും തിളങ്ങട്ടെ നമ്മുടെ ഈ നല്ല തീർത്ഥയാത്ര. നമ്മുടെ ഈ നല്ല തീർത്ഥയാത്ര. ശംഭോ മഹാദേവ. ഹരേ നാരായണ.